പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ ഗോപകുമാറാണ് പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, താങ്കൾ എങ്ങനെയാണ് ഒരു പാട്ടിനെതിരെയൊക്കെ കേസെടുക്കുന്ന ആളുകൾ, അതും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാ കാലവും ഉറച്ച നിലപാടൊക്കെ സ്വീകരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ നിൽക്കുമ്പോഴാണ് അതിനെ ന്യായീകരിക്കാൻ ചില മന്ത്രിമാരും ഒരു മന്ത്രിയും അതോടൊപ്പം തന്നെ ചില നേതാക്കളും? പറയൂ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. നമ്മള് ഈ CPM-കാർക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ പിടുത്തമില്ല. എല്ലാം എന്ത് കണ്ടാലും പേടിയാണ്. ഇപ്പോ എന്ത് കണ്ടാലും പേടിക്കുക. കടപ്പ് കണ്ട പേടി, പാട്ട് കേട്ട പേടി, അങ്ങനെ എല്ലാത്തിനും ഇവർക്ക് പേടിയാണ്. ഇപ്പോ അവര് പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ MLA ആവാൻ വേണ്ടി ഇവിടെ മറ്റേ ആളുടെ പേര് പറയാൻ എനിക്ക് ലജ്ജ തോന്നുന്നതാണ്. എന്താ തൃപ്പൂണിത്തറ MLA ആയിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, ആളുടെ പേര് എനിക്കറിയാം. അറിയാണ്ടൊന്നല്ല, ഞാൻ പറയില്ല അയാളുടെ പേര്. എന്താണ് അങ്ങനെ ഒരാളുടെ പേര് പറയുന്നതിന് അങ്ങനെ അത്ര മോശപ്പെട്ട ആളുകളൊന്നും അല്ലല്ലോ അവരാരും. അവരെല്ലാം അത്ര മോശപ്പെട്ട വ്യക്തിയാണ് സാർ. അത്ര മോശപ്പെട്ട വ്യക്തിയാണ്. എന്താണ് ശ്രീ ഗോപകുമാർ, അങ്ങനെ രാഷ്ട്രീയമായ വിമർശനം ഉന്നയിക്കാം. താങ്കൾ തൃപ്പൂണിത്തറ മുൻ MLA ആയിരുന്നത് എനിക്ക് പേരറിയാം. ഏത് M സ്വരാജാണ്. M സ്വരാജ് അങ്ങനെ കേരളത്തിലെ ഒരു മോശപ്പെട്ട നേതാവല്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ മികച്ച നേതാവ് കൂടിയാണ് M സ്വരാജ്. അങ്ങനെ ഒരാൾക്കെതിരെ രാഷ്ട്രീയമായ വിമർശനം ഉണ്ടെങ്കിൽ പറയാം. അതിന് പകരം അങ്ങനെ പേര് പറയാൻ പോലും മടിക്കുന്നു. അങ്ങനെ പേര് പറയാൻ അങ്ങനെ നാണക്കേടേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടാക്കിയ ആളാണോ സ്വരാജ്? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാറ് സംബന്ധിച്ച് ഞാൻ ഡീറ്റെയിൽ പറയാം. ശബരിമല അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു. ശബരിമലയിൽ മറ്റേ വെള്ളപ്പൊക്കം ഉണ്ടായത്, ഇതുണ്ടായതൊക്കെ ശബരിമല അമ്മേനെ കല്യാണം കഴിച്ച് കണ്ണുനീരുകൊണ്ട് വന്നതാണ്. ശബരിമല നമ്മളെ കൊറോണ സമയത്ത് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ ആളല്ലേ ഇയാള്. M സ്വരാജ് അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ M സ്വരാജ് കൊറോണ കാലത്ത് കല്യാണം കഴിഞ്ഞതായി പറഞ്ഞാൽ എവിടെയും കണ്ടിട്ടുമില്ല. ഇനി അങ്ങനെ പറഞ്ഞാൽ തന്നെ കേരളത്തിലെ ദൈവങ്ങളെ കുറിച്ചെല്ലാം എന്തെല്ലാം കഥകളുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള കഥകളുണ്ട്. അങ്ങനെ ഒറ്റ കഥ മാത്രമല്ല ഒരു ദൈവത്തെക്കുറിച്ചുമുള്ളത്. പല ദൈവങ്ങളെക്കുറിച്ച് പല തരത്തിലെ കഥകളുണ്ട്. വിവാഹിതനായ ദൈവമുണ്ട്, വിവാഹം കഴിക്കാത്ത ബ്രഹ്മചാരിയായുള്ള സങ്കല്പമുണ്ട്, വിവാഹം കഴിച്ച മക്കളുള്ള സങ്കല്പവും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഒരേ ദൈവത്തിന് തന്നെ പല സങ്കല്പങ്ങൾ പല സ്ഥലങ്ങളിലുണ്ട്. അതൊന്നും പറഞ്ഞുകൊണ്ട് ആരുടെയും മോശപ്പെട്ട ആളാവുന്നൊന്നുമില്ല സ്വരാജ്. അങ്ങനെ ഒരു കഥ ഉണ്ടെങ്കിൽ അത് പറയാം. അത് പറയുന്നത് എന്താണ് തെറ്റ്? നൈതിക ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പനെ പറ്റിയിട്ട് നൈതിക, ഞാനതാണ് പറഞ്ഞത്. ഈ അയ്യപ്പനെയും ശാസ്താവിനെയൊക്കെ സംബന്ധിച്ച് പലതരത്തിലുള്ള കഥകളും വിശ്വാസങ്ങളും ഉണ്ട്. വിവാഹിതനായ കഥകളുണ്ട്, വിശ്വാസങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, മക്കളുള്ളതുകൊണ്ട് നൈതിക ബ്രഹ്മചാരിയായിരിക്കും സങ്കല്പമുണ്ട്. ഓരോ അമ്പലങ്ങളിലും ഓരോ തരം സങ്കല്പങ്ങളാണ്. ഈ സങ്കല്പങ്ങളൊക്കെ പല കാലങ്ങളിലും മാറിയിട്ടും മറിഞ്ഞിട്ടുമുണ്ട്. ഈ ശബരിമലയിൽ തീപിടുത്തം ഉണ്ടായതൊക്കെ അതിനുശേഷമല്ലേ അവിടെ തന്ത്രിമാർ പോലും വന്നത്. അപ്പൊ അതൊക്കെ കാലങ്ങളായി മാറി. ഇപ്പൊ തന്ത്രിമാർ ലോകം ഉണ്ടായ കാലം മുതൽ അവിടെ ഉള്ളതാണെന്ന മട്ടിലല്ലേ പറയുന്നത്. അങ്ങനെയൊന്നും അല്ല, ചരിത്രം അങ്ങനെയൊന്നും അല്ല. അത് പറഞ്ഞതിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ കിട്ടി. അത് വേറെ കാര്യം. തെരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയും ഒക്കെ, തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കാര്യങ്ങൾക്ക് അനുകൂലമായ കാര്യം പറയുന്നവർ ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇനി നിങ്ങൾ പറഞ്ഞത് ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു. സ്വരാജ് പറഞ്ഞതായി ഞാൻ എവിടെയും കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല. ഇനി പറഞ്ഞാലും അങ്ങനെ പറഞ്ഞെങ്കിൽ ഓരോ ദൈവത്തെക്കുറിച്ചും അങ്ങനെ ഒട്ടേറെ കഥകളുണ്ട്. അത് പറയുന്നതിന് യാതൊരു തെറ്റുമില്ല. അതുകൊണ്ട് അയാളുടെ പേര് പറയുന്നത് നാണക്കേടാന്നൊക്കെ താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നത്? പേര് പറഞ്ഞ ഇങ്ങനെ ശബരിമല അയ്യപ്പനെ പറ്റി നമുക്കൊരു ചിന്താഗതി, താങ്കൾക്കൊരു ചിന്താഗതി ഉള്ളതുപോലെ എല്ലാവരും അതേപോലെ ചിന്തിക്കണമെന്നുണ്ടോ? ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ചിന്തിച്ചൂടെ? അങ്ങനെ ചിന്തിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഒരാളും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഒരാളും പറയാത്ത ഒരാളും ഈ എന്റെ അഭിപ്രായത്തിൽ ഞാൻ 10-52 വയസ്സായിട്ട് ഒരു പൗരനാണ്. ഇതുവരെ കേട്ടിട്ടില്ല. ശ്രീ ഗോപകുമാർ, ഈ അയ്യപ്പ സങ്കല്പത്തെ കുറിച്ചും ശാസ്ത്ര സങ്കല്പത്തെ കുറിച്ചും ഒക്കെ പല തരത്തിലുള്ള കഥകളും പലതരത്തിലുള്ള വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം വിശ്വാസങ്ങളാണ്, അല്ലാതെ ഇതെല്ലാം ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വിശ്വാസങ്ങളാണ്. ആ ഓരോന്നും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതിലൊന്നും ഒരു തെറ്റുമില്ല. അത്തരം വിശ്വാസങ്ങളൊക്കെ ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിലൊന്നും യാതൊരു തെറ്റുമില്ല. ആ വിശ്വാസങ്ങളെ കുറിച്ച് മറ്റൊരാൾ പറയുമ്പോൾ അതുകൊണ്ട് അയാൾ അത്ര മോശക്കാരനാണെന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. എനിക്ക് പറയാൻ കഴിയില്ല. സാറ് മാത്രം പറഞ്ഞുകൊണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. നമ്മൾ മലപ്പുറം അടുത്തുള്ള പാലക്കാട് ജില്ലയുടെ ലാസ്റ്റ്, മലപ്പുറം ജില്ലയുടെ സ്റ്റാർട്ടിങ്ങിലാണ് എന്റെ വീട്. അവിടെ ഇപ്പൊ ഈ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് മലപ്പുറത്ത് CPM-കാര് ഒരു പാരഡി ഗാനം ഉണ്ടാക്കിയല്ലോ. ഇതേ അയ്യപ്പ ഗാനത്തിന്റെ പാരഡി ഗാനം ഒന്നും ഉണ്ടാക്കിയല്ലോ. സാറ് കേട്ടോ? അത് ഞാൻ കേട്ടില്ല. അയച്ചു തന്നാൽ ഞങ്ങൾ കേൾപ്പിക്കാം. അത് അങ്ങനെ ഒരു പാരഡി ഗാനുണ്ട്. മൂരിയെ കേറ്റിയെ എന്ന് പറഞ്ഞിട്ട് എല്ലാം പൈസ കൊടുത്ത് മുസ്ലിം ലീഗിനെ പറ്റിയിട്ടാ പറഞ്ഞിരിക്കുന്ന. ഇതന്നെ പാട്ട്, ഇതേ പാട്ടിന് പാരഡി ഉണ്ടാക്കിയിട്ട് അവർ ആ പാട്ട് ഒന്ന് അയച്ചു തരൂ, ഞങ്ങളൂടെ കേൾക്കട്ടെ. വേണമെങ്കിൽ നമുക്ക് നാട്ടുകാരെയും കേൾപ്പിക്കാം. അങ്ങനെ ഒരു പാട്ടുണ്ട്. അങ്ങനെ അത് ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരൂ, നമ്മൾ കേൾപ്പിക്കാമെന്നല്ലേ പറയുന്നത്.
മലപ്പുറം അപ്പൊ ഞാൻ ഇപ്പൊ എടുക്കാൻ കഴിഞ്ഞ കണ്ടീഷൻ ആയതുകൊണ്ട് ഞാൻ അയച്ചു തരാം, സാറിന് അയച്ചു തരാം, ഇൻഡിവിജ്വലായിട്ട് അയച്ചു ശരി, തരാം. ഓക്കെ ഗോപകുമാർ, അപ്പൊ നമുക്ക് ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയമായി നിങ്ങൾക്ക് ആരെയും വിമർശിക്കാം, ഒരാളുടെ നിലപാടുകൾ വിമർശിക്കാം, പക്ഷെ ഒരാളുടെ പേര് പറയാൻ പോലും നാണക്കേടാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന് തക്കതായ എന്തെങ്കിലും കാരണം പറയണം. അല്ലാതെ ഒരു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനെ അയാളുടെ പേര് പറഞ്ഞാൽ നാണക്കേടാണ്, അയാൾ അയ്യപ്പനെതിരെ എന്തോ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് നാണക്കേടാണ് എന്ന മട്ടിൽ പറയുന്നത് ഒരു മാന്യമായ പ്രതികരണമല്ല എന്നത് കൂടി താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നെമാരുള്ള ഭക്തർക്ക് വ്രണപ്പെടുത്തുന്നതല്ലേ സാറേ? അത് ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായം പറഞ്ഞുകൂടെ? അങ്ങനെ ഏതെങ്കിലും കേട്ടാൽ വ്രണപ്പെടുന്നതൊന്നും അല്ലല്ലോ ഈ ഭക്തർ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പാട്ട് കേൾക്കുമ്പോഴേക്ക് വ്രണപ്പെടുന്നത്? വ്രണപ്പെടരുതെന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു ഭക്തൻ അങ്ങനെ ഇതൊന്നും കേട്ടാൽ ഒന്നും വ്രണപ്പെടില്ല. അത് തന്നെയാണ് എന്റെയും തന്നെ ആവശ്യം തന്നെയാണ്. ഇത് പാട്ട് കേൾക്കുമ്പോഴേക്ക് എങ്ങനെ വ്രണപ്പെടും ഇവർക്ക്? ഇങ്ങനെ ഒരു പാട്ട് കേൾക്കുമ്പോഴേക്ക് വ്രണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവർ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ആരെയാ? ശരി ശ്രീ ഗോപകുമാർ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം താങ്കൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കളൊരു CPIയുടെ പ്രവർത്തകൻ കൂടിയാണല്ലോ. സ്വാഭാവികമായും ഇടതുപക്ഷം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിലപാട്, സമരങ്ങൾ, പ്രതിഷേധങ്ങൾ, അതാണ് ചരിത്രം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പാർട്ടി തന്നെ ഭരിക്കുമ്പോൾ ഇവിടെ ഒരു പാട്ട് എഴുതിയതിൻ്റെ പേരിൽ രചയിതാവിനെതിരെയും പാടിയ